ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഫാനിയ. അപ്പൊ ഇന്ന് നമ്മൾ വളരെ നേരത്തെ ഒരു പരിപാടിക്ക് പോകുന്നതാണ്. രാവിലെ 11 മണിക്ക് തുടങ്ങിയ പരിപാടിക്ക് നമ്മൾ 5 മണിയായപ്പോഴാണ് പോകാൻ വേണ്ടി പോണത്. ഓൾറെഡി ലേറ്റ് ആണ്, പക്ഷെ എനിക്ക് ഇൻട്രോ എടുത്തിട്ട് പോകണം എന്ന് നല്ല ആഗ്രഹമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഇൻട്രോ എടുത്തിട്ട് പോണത്. നമ്മുടെ ഗേൾസിന്റെ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഓൾറെഡി അവർ സദ്യ കഴിച്ചു ആൻഡ് ഗെയിംസും കളിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എനിക്കൊരു ഫോട്ടോ എടുക്കണം അവരുടെ കൂടെ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ റെഡി ആയിട്ട് പോണത്. അപ്പോൾ അവിടെ ചെന്നൊരു ഫോട്ടോ എടുക്കാം. പിന്നെ ബാക്കി ഇന്ന് അവിടെ സ്റ്റേ ആണ്. അപ്പോൾ നമ്മുടെ ഇത് എനിക്ക് തന്നെ റിസോർട്ട് വരുന്നത് നെട്ടൂരാണ്. അപ്പോൾ എനിക്കറിയില്ല കറക്റ്റ് ലൊക്കേഷൻ ആണ്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് സമയം കളയാൻ വേഗം പോകാം. ഓക്കെ, അപ്പോൾ സവിനാണ് നമ്മളെ കൊണ്ടാക്കുന്നത്. സവിനാണ് എൻ്റെ ഡ്രൈവർ അല്ലേ? ഇപ്പം തന്നെ ഇപ്പം 5:15. അതെ, 11 മണിക്കാണ് തുടങ്ങിയത്. വൈകുന്നേരം 5 മണിക്കാണ് പോണത്. എന്തൊരു കൃത്യനിഷ്ഠത. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് പാർലറിൽ വർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയത്. നമുക്ക് അവിടെ ചെന്ന് ഇനി ഞാൻ ചെല്ലുമ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം. എനിക്ക് ഫോട്ടോ എടുക്കണം നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ അവർ ഓൾറെഡി എന്തെങ്കിലും വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ വ്ളോഗിൽ അറ്റാച്ച് ചെയ്തേക്കാം. അവർ ഗെയിംസ് കളിച്ചതും സദ്യ കഴിച്ചതൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ ഞാൻ. അപ്പം നിങ്ങൾ പോയി അവർ സദ്യ കഴിക്കുന്ന വീഡിയോസും പിന്നെ ഗെയിംസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് വാ. അപ്പോഴേക്കും നമുക്ക് വേഗം അവിടെ എത്താം. നല്ല തിരക്കുണ്ട്, നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ ആ വീഡിയോ കണ്ട് വരുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താം വേഗം. ചിപ്സ്, ഇഞ്ചിപ്പൊളി, അച്ചാറ്, ഇട്ടിട്ട് വേഗം വേഗം ഇട്ടോ. ഞാനൊരു വീഡിയോ എടുക്കാം. എനിക്ക് പുറകെ ഓരോരുത്തരായിട്ട് പുറകെ ചെല്ലേ. അതെ, ഉണ്ട്. നീ അഭിനയിച്ചോളൂ, തകർത്ത് അഭിനയിച്ചോളൂ. വ്യൂ പപ്പടം ചൂടട്ടെ ഇട്ടോ. എല്ലാവർക്കും ഓടുമെന്ന് എനിക്കറിയാൻ വന്നതാ. ചാൻസ് ഉണ്ട്. എനിക്ക് പപ്പടം കൂടുതൽ രസം സാമ്പാർ നേരെ എടുക്കണം. നിനക്ക് ഇത് ലക്ഷ്മണ ഐശ്വര്യ ഒരു വട്ടം കൂടെ ഐശ്വര്യ ലക്ഷ്മണ താണ്ടിയ ഡിസ്ക്വാളിഫൈ ആവേ. അതെ,
അതെ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് മത്സരം. ഇവര് കട്ടക്കാണല്ലോ. ഇനി റെസ്റ്റ് എടുത്തോ 2 മിനിറ്റ്. നിക്കിക്ക് പിള്ളേരുടെ കൂടെ സെക്കൻഡ് ഇല്ല. അന്ന് ആർക്കെങ്കിലും രാജി വെക്കാം. പൊട്ടിക്ക് നിക്കി, നിന്റെ സ്വന്തം പൊട്ടിക്ക്, സ്വന്തം കോളടിക്ക്, സെൽഫ് കോൾ. എടി ഐശ്വര്യ ഐഷു രണ്ട് ഇൻഹേലർ എടുക്ക്, 2 ഇൻഹേലർ എടുക്ക്, 2 ഇൻഹേൽ ചെയ്യ. പവർ കട്ടെ, പവർ കട്ടെ, കിട്ടിപ്പിടിക്കണേ. ഇനി വൺ ടു ത്രീ ഞാൻ പറയാം, അപ്പോഴേക്കും കണ്ണടക്കണം. നമുക്ക് ഓർമ്മയുണ്ടോ നമ്മളെവിടെ എനിക്കറിയാലോ. ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യ്. റിയ നോക്കി കള്ളി. അത് കഴിഞ്ഞിട്ടില്ലേ, നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മിണ്ടരുതാ. ആ ഇനി കണ്ണോടെ നോക്ക്. ആ 2 3 ആ പൂട്ട്. ഇനി പറ. സോന, നിക്യ, ഔട്ടായി ഔട്ടായി. അല്ല ഇപ്പൊ കണ്ണടക്കുന്നതിൽ എന്താവും? ആ മാറിന്നോ? ഇല്ല, അപ്പൊ കൂടുതൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റുമല്ലോ. തുറക്ക് 1 2 3 അടച്ചോ. ഇനി പറ. ഒന്നുകൂടി പറഞ്ഞേ. അല്ല അമ്പലത്തിൽ നേർച്ചൊക്കെ 1 2 3 പൊട്ട്. ഞാൻ പറയാട്ടോ. നിക്കി തെറ്റി ആദ്യമേ തെറ്റി. ആ തെറ്റി തെറ്റി പോ.
ഒരു മിനിറ്റ് ഫോട്ടോ എടുക്കട്ടെ. പരസ്പരം എല്ലാരും നോക്കിക്കോ. ഓക്കെ 1 2 3 കൈ. പറയട്ടെ. നിക്യ, ലിദ്യ, നിത്യ, സോന, റിയ. അല്ല 1 2 3 കൈ. സോന, വേണ്ട വേണ്ട, കണ്ണൂറ നോക്കണം, എല്ലാരും നോക്കണം. സോന, നിക്യ, നിക്യാണോ? തെറ്റി. നിങ്ങൾക്ക് ഒന്നും കൂടി ഓശിന്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ നിത്യേനെ കണ്ടിട്ടില്ല. ചുമ്മാ കൈന്നിടാ. തുടങ്ങട്ടെ. സിനിമ യമുന റാണി സിനിമ. ലെറ്റർ ഏത് അതെ ഓർക്ക് പെട്ടെന്ന് ചോദിക്കേ. ഓരോ പേര് പോയി ഇത്ര ടൈം എടുക്കാൻ പാടില്ല. അത് പിന്നെ തുടങ്ങട്ടെ. സിനിമ പേര് സ്ഥലം സാധനം ചാമ്പക്കയുടെ ഞാൻ തുടങ്ങി. മായ അക്ഷരം സ്ഥലം സാധനം പോയി. എന്നാ വേറെ ലെറ്റർ. നിക്ക് പേര് സാധനം റിംഗ് ടോണാണ്. ഇനി അടുത്ത ലെറ്റർ ആണ്, വേറെയാണ്. അത് വേണം, വേണ്ട. ഇപ്പൊ നിക്ക്, ഞാൻ കുറച്ച് ആലോചിക്കാം. കിട്ടി. സാധനം ഭരണി. സ്ഥലം ഭാരതപ്പുഴ. സ്ഥലമുണ്ട്. എന്താ സിനിമ? ഭരതൻപിള്ള. സാധനം ഞാൻ പറയാം. സ്ഥലം സാധനം സിനിമ സുന്ദരം. സാധനം സ്ഥലം സിനിമ 1 2 3 സ്റ്റാർട്ട്. സ്ഥലം ഞാറക്കൽ. സാധനം സാധനം ടാപ്പ്. സാധനം സ്ഥലം ഒന്നും കൂടി ഒന്നും
ചോദിച്ചു, ഞാൻ 5 പറഞ്ഞു. ആ കളർ നീല കളറുള്ള എന്താ? കാരണം അയാളും ഡ്രസ് മാറി വരും, അതിന് വേണ്ടിട്ടാണ്. 2 ആയി. ഇവള് പഠിച്ചിട്ടുള്ള ഇവളൊരു ടീച്ചറല്ലേ, അത് ആലോചിക്കണമായിരുന്നു. ഞാൻ വേണ്ടിയില്ല, എനിക്ക് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല. എന്താ ടാപ്പിന്റെ മലയാളം? അതാ വെള്ളം വരുന്ന ഉപകരണം. ഇത് സിമ്പിൾ ആണല്ലോ. അത് ഞാൻ കളിക്കണുണ്ടോ, നിങ്ങൾ കളിക്കുമ്പോ കാണാൻ സിമ്പിൾ ആട്ടോ. ഓ 3 മാർക്ക്. സമയം കാണിക്കുന്ന എന്ത് മലയാളം പറയണ? ഓക്കെ വാട്ട് യു വാണ്ട് ടു സേ അബൌട്ട് യുവർ പ്രൊഫഷണൽ ലൈഫ്? എന്റെ ജോലി സ്ഥലം വളരെ മനോഹരമാണ്. അതിന്റെ കൂടെ മറ്റേ ജോലികൾ, മറ്റേത് മറിച്ചത് എന്താ? മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉരുണ്ട് ഇതിപ്പോ കൊറേ ഉരുണ്ട്. നമ്മുടെ ബാബി ചേട്ടൻ കണ്ടുപിടിച്ച ഉപകരണത്തിൽ ചാൾസ് ബാബി ചേട്ടൻ കണ്ടുപിടിച്ച ഉപകരണത്തിൽ കുറെ പണിയെടുത്ത്. അത് എന്ത് പണിയെടുക്കുന്നത്? അതിന്റെ കുറച്ച് അക്ഷരങ്ങൾ ഞെക്കിക്കൂട്ടി ഇടണം. എന്റെ വിഷയത്തിന്റെ പേര് ബാബി ചേട്ടൻ കണ്ടുപിടിച്ച ഉപകരണം. ബാബി ചേട്ടൻ What is the latest topic which you taught? Python. Okay. Python. Python മലയാളം ഇല്ല. Python ഒരു പാമ്പാന്റെ മലയാളം എന്ത്? അതാ വേർഡാ. Start it. Tell something about friendship. അയ്യോ, സൗഹൃദം വളരെ നല്ലൊരു ഇതാണ്. എന്ത് കാര്യങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ അറിയുവാനും. എന്താ അഭിപ്രായം? ഓട്ടഭിപ്രായം, നല്ലതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം. എത്ര ഫ്രണ്ട്സ് ഉണ്ട്? എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. Say something about your relationship. ടൈമർ ഉണ്ട്, ആ ടൈം തീരുന്നവരെ പറ. റിലേഷൻഷിപ്പ് ഇല്ലേ? ആ സാധനം എന്താ? ഇതെന്താ? ആ ബന്ധം. ഇത് ഒരു എനിക്കറിയാം. പോയിക്കോ. Say something about Mumbai. വളരെ നല്ലൊരു സ്ഥലമാണ് മുംബൈ. അതറിയോ? അവിടെ ഒരുപാട് തെരുവ് ഭക്ഷണങ്ങളുണ്ട്. What all street foods you have tried? പാനിപ്പൂരി. ആ സെന്റൻസ് ആയിട്ട് പറ. അല്ല, മുംബൈയില് മലയാളം ഉണ്ടല്ലോ. അത് ഹിന്ദിയാണ്. ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യണേ? ഇങ്ങനെ മുങ്ങി നീന്തൽ. എന്താ എക്യുപ്മെന്റ്സ് വെച്ച്? നല്ല അടിപൊളി ലൈഫായിരുന്നു. പ്രൊഫഷൻ ഞാൻ ഈ കുത്തുന്ന സാധനത്തിന് പണിയെടുക്കുന്നു. പേരെന്താ? അന്ന് പ്രത്യേകിച്ച് പേരൊന്നും. എവിടെ വർക്ക് ചെയ്യണേ? ടാറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം. മഹാബലിയാണ്. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം. മഹാബലി എന്ന് പറയുമ്പോ എല്ലാവരുടെയും ഒരു രാജാവ്. ഓട് ആ കണക്കിൽ പോയി കൈവക്കി ഡാൻസ് വേണം. കൈവക്കി കൊഴപ്പില്ല. ഒന്നും കൂടെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് പറഞ്ഞു. അല്ല
ആ പോവാ മുഴുവൻ പറഞ്ഞില്ല. ബലിന്നല്ല, ആൻസർ ത്യാഗമാണ്. ത്യാഗം ചെയ്ത് 0.5. ഓക്കെ, അടുത്തത് കൈ പൊക്കിട്ട് പറയണം, ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും കിട്ടത്തില്ല നിങ്ങക്ക് ചോദിച്ചിട്ട്. മഹാബലിയുടെ ഭാര്യയുടെ പേരെന്ത്? കൈ പൊക്കിട്ട് ആൻസർ വേണം. എന്ത്? കൈ പൊക്കിട്ട് പറയണം. ലാസ്റ്റ് ലീലാണ് അവസാനിക്കണം. ലീല അവസാനിക്കണ. കൈ പൊക്കിട്ട് ആൻസർ പറയണം കേട്ടോ. ഓടി അറിയില്ല. സുശീലിയ. ആൻസർ വിദ്യാവലി. എളുപ്പം. തിരുവോണത്തിന്റെ പിറ്റേ ദിവസം ഏതാണ്? അവള് കൈ പൊക്കിയത് ആദ്യം. മഹാബലിയുടെ മോന്റെ പേര്. കൈ പൊക്കണോളാട്ടോ. 4 ഓണം ഏത് മഹാന്റെ ജന്മദിനം? ഓണപ്പൂന്നറിയപ്പെടുന്ന പൂവ്. അത് ഞാൻ കൈ വെക്കണം ആദ്യം. കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. പോയി ഓട് പോടി. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം. ആദ്യത്തെ പക്ഷി സങ്കേതം. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന മലനിര. അടുത്ത ക്വസ്റ്റ്യന്, സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? എറണാകുളം. ആ 2.5 നിൽക്കാൻ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇനി അടുത്തത്, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന സ്ഥലം. ഇനി അടുത്തത് ശ്രദ്ധിച്ചേക്കണം, കേരളത്തിന്റെ ദേശീയോത്സവം. ഇതൊന്നും അറിയാൻ പറ്റില്ല നിങ്ങക്ക്. നിങ്ങള് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം. അട്ടപ്പാടി വയനാട്ടിലാണ്. എനിക്കറിയാം. അറിയില്ല. കേരളത്തിന്റെ ദേശീയ പക്ഷി. രാജ്യത്തിന്റെ പേര് സ്റ്റാമ്പ് അച്ചടിക്കാത്ത ഏക രാജ്യം. വേണ്ട, പറയാൻ പറ്റില്ല. കേരളത്തിന്റെ നൃത്തം. കേരളത്തിന്റെ തനതായ നൃത്തം. കേരളത്തിന്റെ തനതായ നൃത്തം. കേരളത്തിന്റെ നൃത്തം. ഒരെണ്ണം കൂടി ഉണ്ട്. ഇനി അടുത്തത്,
കേരളം രൂപീകരിക്കുമ്പോൾ ഉള്ള രാഷ്ട്രപതി ആരായിരുന്നു? ഉപരാഷ്ട്രപതി. ഇപ്പത്തെ പ്രസിഡന്റ് അല്ല, ദ്രൗപതി മുർമു. അതാണ് ഇപ്പത്തെ പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതറിയാൻ പാടുള്ള. മലയാള സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഇവിടെ? കോട്ടയം, ഇടുക്കി, 14 ജില്ലയും പറ. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം. 10 പ്രാവശ്യം പറഞ്ഞു പോടി. വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ വിമാനത്താവളമല്ലേ? പോയി. ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, അതിന് മുമ്പ് ആൻസർ പറഞ്ഞു. പോയി ഡിസ്ക്വാളിഫൈ ചെയ്ത്. ഞാൻ മനസ്സിന്ന് കേട്ടെ ഇനി ക്വസ്റ്റ്യൻസ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം? പ്രതീക്ഷിച്ചു. അല്ല. ജമന്തി, അല്ല. റോസ. കേരള സിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? കൈ പൊക്കിട്ട്. എന്തായി പാടുന്നു? First prize goes to anyone say distribution prize രണ്ടാമത്തെ മത്സരം എന്താണെന്ന് പറയാം. നമ്മുടെ മലയാളം പറഞ്ഞ മത്സരമല്ലേ? മലയാളി മങ്ക. മലയാളത്തിൽ സംസാരിച്ചതും മറ്റേത് കൂടുതൽ സംസാരിച്ചു പറഞ്ഞു. നമുക്ക് ഇനി ഓൾമോസ്റ്റ് 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ അവരുടെ അടുത്ത് എത്താറായി. ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. വന്നില്ലെന്ന് പറഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളങ്ങനെ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചെങ്കിൽ അവർ ഡ്രസ്സ് മാറി ഫ്രീ ആയത്. കാരണം ഇപ്പം എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സിലായിരിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലായിരുന്നു വെച്ചെങ്കിൽ അങ്ങോട്ടാണോ ഒരു മിനിറ്റ്. അങ്ങനെ നമ്മൾ വഴി കണ്ടുപിടിച്ച് ഇനി അവിടെ എത്തിയിട്ട് ഫോട്ടോ എടുക്കാം. അവർ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, നല്ല പിള്ളേരായിട്ട് ഇരിക്കുന്നതൊക്കെ പറഞ്ഞു. അതൊക്കെ പോയി ഫോട്ടോ എടുക്കാം. ഗൈസ്, നമ്മുടെ റിസോർട്ട് മിയാറിയ. ഇവരിതിലെവിടെയാണാവോ? റിയയുടെ കാർ കിടക്കുന്നുണ്ടല്ലോ. ഇതാ നോക്കൂ ഗൈസ്, റിയയുടെ കാർ. അവരെവിടെയാണ് കണ്ടുപിടിക്കണം നമുക്ക്. ഞാൻ എൻ്റെ ഡ്രസ്സ് അയച്ചുതരാം. പെട്ടെന്നുള്ള സെറ്റപ്പ് ആയിരുന്നു. നേരത്തെ ഒരു സാരിയുടെ ബ്ലൗസ്, പഴയൊരു സ്കേർട്ട്, പിന്നെ പെട്ടെന്ന് പോയി ഇപ്പം വാങ്ങിച്ച പരാഗിലെ ഷോള്. അങ്ങനെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഷടപടയെന്ന് റെഡി ആയതാണ്. നമുക്ക് അവരെ കണ്ടുപിടിക്കാം. അവരെവിടെയെങ്കിലും ഉണ്ട്. പോകുന്നില്ലേ? ക്യാമറ കണ്ടപ്പോ ഓടെടുത്ത്. പാവം പിള്ളേര്.
വീഡിയോ സീരിയസ് കോളിലാണ് ഗൈസ്, ഇതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഉണ്ട്. ഐഷു എവിടെ പോയി? ഐഷു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ ലേഡീസ്. മെയിൻ സീരിയസ് ആയിട്ടുള്ള ക്യാമറ ഉണ്ട്. ആക്ടിങ് എടുത്ത് എല്ലാവരും ഇപ്പൊ റൂമിലോട്ട് പോകണം. കറക്റ്റ് ഞാൻ ക്യാമറ പിടിച്ചപ്പോഴേക്ക് വന്ന്. നിന്നെ കിട്ടി, നീ ഒളിക്കണ്ട, നിന്നെ കിട്ടി. ചാടിക്കോ, നിക്കിക്ക് നീന്തലറിയാ. ചാട്. ആ ചാട് മന്നി. കിട്ടിയിട്ടുണ്ട്. ചാട് സോനം കൊണ്ട് ചാടിയിട്ടാണ് എനിക്ക് താഴേക്ക് വരെ. അപ്പൊ പുഴയിലോട്ട് ചാട്. നിക്കി സീറ്റ്. നമുക്കിനി താഴേക്ക് പോയിട്ട് പൂളാടാം. സ്വിമ്മിംഗ് ക്ലാസ്. സീരിയസ് ടൈറ്റാനിക് ആണോ? മീൻ പിടിച്ച് ചേട്ടാ, മീൻ പിടിച്ച്. ചേട്ടാ മീൻ പിടിച്ചിട്ടൊക്കെ പൊക്കാൻ പറ്റുമോ? അത് ഇവിടുന്ന് ജാക്ക് എന്ന് പറയണം. എന്നിട്ട് ഇങ്ങോട്ട് കാണിക്കുമ്പോഴേക്കും ജാക്ക് ഇങ്ങനെ മുങ്ങി പോണ പോലെ കാണിക്കും. ഇങ്ങനെ ഞാൻ വീഡിയോ ഓൺ ചെയ്തു പറയട്ടെ. ശരി ഓക്കെ 1 2 3 നല്ല വൈബായി. ആ കാണുന്നതാണ് മെറിഡിയൻ. ചോദിച്ചതല്ലേ ചായ? നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കളഞ്ഞോ. ആ അപ്പൊ വിട്ടോ. സന്ധ്യപ്പ നൈസ് വൈബ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. സൂപ്പർ. ചായപ്പൊക്കെ കഴിഞ്ഞു. ഇതാണ് ഗൈസ്
നമ്മുടെ റൂം. ബാക്കി 2 റൂമിൽ എല്ലാവരും കയറിയായിരുന്നു ഞാൻ വന്നതിന് മുമ്പ്. സോ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു റൂം എം ടി ആയിരുന്നു. കാരണം നമ്മൾ എത്ര റൂം എടുത്താലും ഒറ്റ റൂമിലേ കിടക്കുള്ളൂ. അപ്പോൾ ഇത്ര റൂമിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഓരോ ഹോട്ടൽ പോളിസി ഉള്ളതുകൊണ്ട് മാത്രം ഇത്ര റൂംസ് എടുക്കണം. അപ്പോൾ ഈ റൂമിൽ ഞാൻ ഇപ്പോൾ പൂളിൽ നിന്ന് കയറിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നത്. ഉച്ചക്കത്തെ സദ്യയുടെ ഐറ്റംസ് എന്നോട് പ്രത്യേകം പറഞ്ഞത് എടുക്കരുതെന്ന്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പായസം കുടിച്ചിട്ട് പോവാം. പായസം മുട്ട ഐസ്. അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് കാണാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. ഇനി നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് പായസം എടുക്കാം. പായസം ഞാൻ ഇവിടെ നിന്നിട്ടൊക്കെ കുടിക്കുന്നില്ല കേട്ടോ. ഞാൻ അവരുടെ അടുത്ത് നിന്നിട്ട് കുടിക്കാം. ഇതാണ് പായസം എന്ന് തോന്നുന്നു. അരിക്കൊണ്ട് പാലട ഉണ്ട്. പാലട വലിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ നമുക്ക് കുടിക്കാം. ഞാൻ അപ്പുറത്തെ റൂമിലായിരുന്നു. അതെ, ഒരു മിനിറ്റ് ഒന്ന് കേൾക്കോ. ഒരു വെജ് ഫ്രൈഡ് റൈസ്, ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ല, ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ്, 4 ചിക്കൻ ഹക്ക നൂഡിൽസ്, 2 ചില്ലി ചിക്കൻ ഫ്രൈ. ഇതിപ്പോ 6 വാങ്ങുന്നുണ്ടോ? 7 ഇവിടുത്തെ ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടാ ഞെട്ടും. അല്ല അതിങ്ങനെ കിടന്നാൽ കുഴപ്പമില്ല. പക്ഷെ തിന്നല്ല എന്താ വിചാരിച്ചു സദ്യ വെച്ചിട്ട് പിന്നെ വെച്ചാളാ ഞാൻ. മറ്റേ 1 ഇറ്റേണിറ്റിയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മള്? അതെ, പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. എങ്ങനെയാ പുറത്ത് അവിടെ അതല്ലേ എത്ര ഫുഡ് കഴിക്കാം. ഫ്രൈഡ് റൈസും നൂഡിൽസും ചില്ലി ചിക്കൻ. വാഷ്റൂം പോയിട്ട് വരാം. ഹക്ക റെസ്പോൺസിബിൾ പോഷന് മാത്രമേ ഉള്ളൂ. റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ സെല്ലോ ടേപ്പ് വിളിക്കുന്നുണ്ട്. അതെ അതെ. ഞാൻ ഇത്രയും ബൗളിൽ ഫുള്ള് ഞാനാ എടുത്തേ. ബൗളല്ല എന്നിട്ട് കഴിക്കും. 3 ഫ്രൈഡ് റൈസ് 3 നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ ആണെങ്കിൽ അപ്പുറത്തെ പാത്രത്തിലോട്ടൊക്കെ അല്ല, എനിക്കിത് വരാൻ പറ്റില്ല. ഞാൻ ഇവിടെ കട്ട് ചെയ്ത് മിക്സ് ചെയ്യാം. നമുക്കിനി ബാക്കി നമ്മുടെ ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. പൂള് പോയി ഫുഡ് പോയി. ശരിയാ. ചിക്കൻ വേണം ആർക്കെങ്കിലും? വേണം, എനിക്ക് വേണം. ഞാൻ പറഞ്ഞതാണ്. ഞാനാ ഫസ്റ്റ് പറഞ്ഞ വിജയലക്ഷ്മി. പക്ഷെ എങ്ങനെ കിട്ടി? അതിലാണ് കാര്യം. മതി മതി, എല്ലാ ചിക്കനും കൂടെ വേണ്ട. നിങ്ങള് കഴിക്കുള്ളൂ. 10 പേരെ പറ്റുള്ളൂ. മിനിമം 10 എന്ന് പറഞ്ഞോണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത. നന്ദലാല നാടെല്ലാം പൂത്തലിയും
ആ അപ്പൊ എന്ത് ലീല ലായോ ലജ്ജാവതി ഏയ് കള്ളക്കണക്കണ്ടി താഴമ്പോ അമരത്താലോ തേനോ തേനിലാവോ നീ കുറച്ച് ബാക്കിലോട്ട് അവിടെ ഫോട്ടോന്ന് കിട്ടാൻ ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ വേദി മംഗളാരവം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ വേദി മംഗളാരവം ആരെങ്കിലും വരുമോ? ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ ഫുഡ് കഴിക്കാൻ പോവാം. Brainless people. അതെ, അത് ഞാൻ എൻ്റെ ഒരു അടവ് പ്രയോഗിച്ചതാണ്. ഫുഡ് അടിക്കാൻ പോകുന്നു. വല്ലം കിട്ടോ? തീർന്നോ എന്ന്. ഇവിടെ നിന്ന് എന്തോ തിന്നാൻ കിട്ടില്ല. എന്തോ ഉള്ളത് നോക്കാം. പുട്ട്, ഓ നിത്യ ആക്ടിങ് ആക്ടിങ് ആക്ടിങ്. പുട്ടും കടലയും പുട്ടും കടലയും. പുട്ടേ ഇഷ്ടമാണ്. തേങ്ങ ഇട്ട് പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ്. തൊണ്ടയിൽ കെട്ടി കിടക്കണമല്ലോ. അങ്ങനെ സവിൻ വന്നിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി. അല്ലേ സവിൻ? നോക്ക്. ഹലോ ഗായ്സ്, നമുക്ക് പോകാം. വീട്ടിൽ പോവാം. ആ വീട്ടിൽ പോവാം. ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്താ.
എല്ലാരും പോവാൻ തയ്യാറെടുപ്പ. അപ്പുറത്തും ആൾക്കാരുണ്ട്, പക്ഷെ മേ ബി അവര് എല്ലാരും പോവാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട, നിങ്ങക്ക് പോവാം. ഇവിടെ നിന്ന് എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, കേളാൻ പറ്റില്ല. അവിടെ ഫ്ലോറിനാണ്. എങ്ങനെ നമുക്ക് വീട്ടിൽ പോവാൻ ഗൈസ് അല്ലേ? ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. അപ്പൊ അതായിരുന്നു നമ്മുടെ റിസോർട്ടിലെ പരിപാടി. ഇനി അടുത്ത പരിപാടി ഉണ്ട്, അത് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണും. അപ്പൊ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. 7 ഒരു ബൈ.